മുട്ടിച്ചിറ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ മുട്ടിച്ചിറ എന്ന സ്ഥലത്താണ് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഞ്ചേരിയിൽ നിന്നും 34 കിലോമീറ്ററാണ് മുട്ടിച്ചിറയിലേക്കുള്ളത്. ഇതാണ് മുട്ടിച്ചിറ ജുമുഅത്ത് പള്ളി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതുല്യ പങ്ക് വഹിച്ചിട്ടുള്ള ഈ പള്ളി മഹാനായ മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ്. ഈ പള്ളിയുടെ തെക്ക് ഭാഗത്താണ് ശുഹദാ മഖാമുള്ളത്. റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വ്യക്തമായി കാണും വിധത്തിലുള്ള മഖാമിൻ്റെ അറിയിപ്പ് ബോർഡും കാണാം. ഞാൻ മഖാമിലേക്ക് നടന്നു. ഇതാണ് പ്രശസ്തമായ മുട്ടിച്ചിറ മഖാം. 11 പേരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ദിക്ർ ദുആകൾക്കായി മജ്ലിസ് സംവിധാനിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് ശുഹദാക്കളുടെ ഖബറുകൾ. ചുറ്റുമതിൽ കെട്ടി വളരെ മഹനീയമായി സംരക്ഷിച്ചിരിക്കുന്നു. അവരുടെ പേരും വിവരങ്ങളുമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. 1841 ഡിസംബർ 17 ഈ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ട 40ഓളം ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാടി ഷഹീദായവരാണിവർ. ചരിത്രം വിശാലമാണ്. മലബാറിൽ നിലനിന്നിരുന്ന ഐക്യവും മതമൈത്രിയും ബ്രിട്ടീഷുകാരെ കുറച്ചൊന്നുമല്ല അലോരസപ്പെടുത്തിയത്. ഇത് തകർക്കാനായി അവർ പഠിച്ച പണി 18 നോക്കി. നാടുവാഴികളായ ജന്മിമാരെയും ഇതിനവർ കൂട്ടുപിടിച്ചു. അങ്ങനെയിരിക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രദേശത്തെ വിശ്വാസികൾ ജുമുഅക്ക് പോവാൻ വേണ്ടി അലക്കി ഉണക്കാനിട്ട തൂവള്ള വസ്ത്രങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ പ്രലോഭനത്തിനു വഴങ്ങി ചില സാമൂഹ്യ ദ്രോഹികൾ ചവിട്ടി വൃത്തികേടാക്കുകയും മുറുക്കി തുപ്പുകയും ചെയ്തു. ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു. ഈ നീചകൃത്യം ചെയ്തവരോട് പ്രതികാരം ചോദിക്കാൻ മുസ്ലിങ്ങൾ ഒരുങ്ങി. എന്നാൽ നാടിൻ്റെ നായകത്വം വഹിക്കുന്ന മമ്പുറം തങ്ങൾ അവരെ തടഞ്ഞു വെക്കുകയും സമാധാനം ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൻ്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ സമയം കണ്ടെത്തുകയായിരുന്നു ബ്രിട്ടീഷുകാർ. മുസ്ലിങ്ങൾ വർഗീയ സംഘട്ടനത്തിൽ ഏർപ്പെട്ടുവെന്നും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ ആക്രമിച്ചു. മലപ്പുറത്ത് നിന്നും ഷേക്സ്പിയർ എന്ന പട്ടാള മേധാവിയുടെ കീഴിൽ മുട്ടിച്ചിറ പള്ളിയിലേക്ക് ബ്രിട്ടീഷ് സൈന്യം മാർച്ച് ചെയ്തു. ഷൂ പോലും അഴിക്കാതെ പള്ളിയിൽ കയറി ചവിട്ടി നിരങ്ങി. ആ സമയം ഷവ്വാൽ 6 സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് പള്ളിയിൽ ആരാധനയിൽ കഴിയുകയായിരുന്നു ഈ 11 പേർ. അവർ ആയുധധാരികളായ 40-ലധികം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ഏറ്റുമുട്ടി ഷഹീദായി. 1257 ഷവ്വാൽ 6 സംഭവം. എല്ലാ വർഷവും ഷവ്വാൽ 6 വളരെ വിപുലമായ രീതിയിൽ പള്ളിയിൽ വെച്ച് ശുഹദാക്കളുടെ ആണ്ട് നേർച്ച നടന്നു വരുന്നു. പത്തിരിയാണ് ഇവിടത്തെ നേർച്ച വസ്തു. ജാതി മതഭേദമന്യേ എല്ലാ വീട്ടിൽ നിന്നും ശുഹദാക്കളുടെ എണ്ണത്തിനനുസരിച്ച് 11 പത്തിരികളടങ്ങിയ ഒരു പൊതി പള്ളിയിലേക്ക് എത്തിക്കുന്നു. മൗലിദ് പാരായണം ചെയ്ത് പത്തിരികളുടെ വിതരണം നടക്കുന്നു.